എസ് ഐ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ ലോക്കൽ സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട്. അവര് തെരച്ചിൽ ചെന്ന് കാണും. ഇത് സാമുവലിന്റെ പ്രൊഫൈലിംഗ്. ഇത് ഫിലിപ്പിന്റെ ഒറിജിനൽ നമ്പറിന്റെ CDR. ഫിലിപ്പിന്റെ ഫോൺ ഇന്നലെ ഉച്ചയോടെ ഓഫായി. ഇപ്പൊ ഫിലിപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് സാമുവൽ കൊടുത്ത നമ്പറിന്റെ ഡീറ്റെയിൽസ് ആയത്. ഇത് ആലുവ സ്വദേശിയായ അഹമ്മദ് മുസ്തഫ എന്ന പേരിലാണ് ഈ കണക്ഷൻ എടുത്തിരിക്കുന്നത്. ഇതെന്റെ കറണ്ട് ലൊക്കേഷനാണ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാത്തത്. ഒരു ഫോണിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല സർ. ഞാൻ സൂര്യയുടെ അടുത്ത് സംസാരിച്ചിരുന്നു. ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ബൗൺസ് ആവാണെന്ന് പറയുന്നത്. അവര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സർ. ഇത് ആലുവ സ്വദേശിയായ അഹമ്മദ് മുസ്തഫ എന്ന പേരിലാണ് ഈ കണക്ഷൻ എടുത്തിരിക്കുന്നത്. ഹലോ, ആലുവ പോലീസ് സ്റ്റേഷൻ. ഇത് കാലടി സ്റ്റേഷൻ CI ആന്റണി സേവറാണ്. സർ, ഇതാരാം സാറിനെ? ഹെഡ് കോൺസ്റ്റബിൾ വിജയനാണ് സർ. വിജയ, ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. ഒരു കേസിന്റെ ഡീറ്റെയിൽസ് വേണം സർ. കുറച്ച് പഴയ കേസാണ്, പക്ഷെ പെട്ടെന്ന് വേണം. പറയൂ സർ. അത് കേസ് നമ്പർ CR 113/01. ഓക്കെ സർ, ഞാൻ ചെക്ക് ചെയ്തിട്ട് തിരിച്ചു വിളിക്കാം. പെട്ടെന്ന് വേണേ. ശരി സർ. ശരി. ഈ ഫോട്ടോയിലുള്ള ആളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഉറപ്പാണോ? ഒന്നുകൂടെ നോക്കിയേ. സാറേ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഹലോ സർ, വിജയനാണ് സർ. ആലുവ സ്റ്റേഷനിൽ വിജയൻ. വിജയ, ആന്റണിയാണ് സാറേ. CR 113/01 ഡീറ്റെയിൽസ് കിട്ടി. ഇത് IPC 376A 302 ആണ്. സംഭവം നടക്കുന്നത് 2001 ഫെബ്രുവരി 10-നാണ്. വിക്ടിം ഒരു മൈനർ പെൺകുട്ടിയാണ്. 16 വയസ്സ് പ്രായമുള്ളൊരു പ്രിയ. ആ കുട്ടി പഠിച്ചിരുന്ന പാരലൽ കോളേജിനടുത്തായി റേപ്പ് ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുകയായിരുന്നു. പ്രതി അതേ കോളേജിലെ മാഷായിരുന്നു, ഒരു അഹമ്മദ് മുസ്തഫ. ഇയാൾ അറസ്റ്റ് ചെയ്യുകയും 20 കൊല്ലത്തേക്ക് ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. ഹലോ സർ. ഹലോ സർ. എനിക്കറിയേണ്ടത് ഈ മുസ്തഫ ഇപ്പോൾ എവിടെയുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് ട്രാക്ക് ചെയ്ത് തരണം. ശരി സർ. സാർ, ഈ സമയത്ത് ഈ പഴയ കേസിന്റെ പിറകെ പോകുന്ന എന്തിനാ? സാം നമ്മളെ കൊണ്ട് അവന്റെ ഭ്രാന്തം കളി കളിപ്പിക്കുകയാണ് ജോണി. അവന്റെ ക്ലൂസ്, ഫിലിപ്പിന് സാം കൊടുത്ത നമ്പർ, എനിക്ക് തോന്നുന്നത് അതായിരിക്കും നമ്മുടെ ആദ്യത്തെ ക്ലൂ. ആ നമ്പറിന്റെ അവസാനത്തെ 5 ഡിജിറ്റും ഈ കേസിന്റെ നമ്പറും ഒന്നാണ്. 113/01. അതുപോലെ ഈ കേസിലെ പ്രതിയുടെ പേരും മൊബൈൽ കണക്ഷൻ എടുത്ത ആളുടെ പേരും ഒന്ന് തന്നെയാണ്, അഹമ്മദ് മുസ്തഫ. ഇതെല്ലാം ഒരു കോയിൻസിഡൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ക്രൈം നമ്പർ, ഈ പ്രതിയുടെ പേരും ഞാൻ ഇന്നും ഓർത്തിരിക്കാൻ ഒരു കാരണമുണ്ട്. ആലുവയിലെ വർഷങ്ങൾ പഴക്കമുള്ള ഈ കേസാണ് ജോണി. ഞാൻ SI ആയിട്ട് അന്വേഷിക്കുന്ന ആദ്യത്തെ കേസ്.
എന്നെ തന്നല്ലേ സാറേ, ഞാൻ തന്നെ ചെയ്തേ. മതി, വാ. സർ, സർ, സാം എന്തിനായിരിക്കും ആ പഴയ കേസ് ഇപ്പൊ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്? ആ റോയ്, സാറേ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന്. ഇവിടെ ഡോക്ടർ രാധാകൃഷ്ണൻ ഉണ്ട്. ഞാൻ ഡോക്ടർക്ക് ഫോൺ കൊടുക്കാം. ഡോക്ടർ സാർ. ആന്റണി, രാധാകൃഷ്ണനാണ്. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ റോയ് പറഞ്ഞു. അയാൾ എന്നെ വെച്ചൊരു മരണക്കളി കളിക്കാണ് ഡോക്ടർ. മോൻ എവിടെയാണെന്ന് എന്തെങ്കിലും? ഇതുവരെ അറിയില്ല. എനിക്ക് മോനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? എനിക്ക് ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ പറ്റിയേക്കും. ഒരു സെക്കൻഡ്, ഒന്ന് ഹോൾഡ് ചെയ്യ് ഡോക്ടർ. ഓക്കെ. ആ, ഹലോ ഫിലിപ്പേ. ഹലോ, എൻ്റെ ലൊക്കേഷൻ കിട്ടിയോ? ഫിലിപ്പേ, ഞങ്ങൾ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു അത്യാവശ്യം പറയാനായിട്ട് വിളിച്ച എൻ്റെ ഫ്രണ്ട് ഡോക്ടർ രാധാകൃഷ്ണൻ ലൈനിലുണ്ട്. അദ്ദേഹത്തിന് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കോൾ കോൺഫറൻസിലാണ്. ഡോക്ടർ ഫിലിപ്പ് ലൈനിലുണ്ട്. ആ ഫിലിപ്പ്, ഞാൻ ഡോക്ടർ രാധാകൃഷ്ണനാണ്. ക്യാൻ യു ഹിയർ മീ? മോൻ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഏതൊരു ക്ലോസ്ഡ് സ്പേസിനുള്ളിലും സാധാരണഗതിയിൽ മൊത്തം വായുവിൻ്റെ 1/5 ഓക്സിജൻ ആയിരിക്കും. എന്നാൽ നമ്മൾ ടെൻഷൻ അടിച്ച് പാനിക്കായി വേഗത്തിൽ ശ്വാസം എടുക്കുകയാണെങ്കിൽ ഇരട്ടി ഓക്സിജൻ കൺസ്യൂം ചെയ്യും. സോ അത് മനസ്സിലാക്കി വേഗതയിൽ ശ്വാസം എടുക്കാതെ മെല്ലെ ശാന്തമായി ശ്വാസം എടുക്കുക. മെല്ലെ ശാന്തമായി. ഇസ് ഇറ്റ് ക്ലിയർ? ഫിലിപ്പിന് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? യു ഹാവ് ടു കാം ഡൗൺ. ഫിലിപ്പ് കോൾ കട്ട് ചെയ്തു. ആന്റണി ലൈനിൽ നിൽക്കണേ. ഫിലിപ്പേ, ഡോക്ടർ പറഞ്ഞു കേട്ടല്ലോ. നീ പാനിക് ആവരുത്. ഞങ്ങൾ ഓൾമോസ്റ്റ് കണ്ടെത്തി കഴിഞ്ഞു. ഉടനെ എത്തും. നീ കട്ട് ചെയ്തോ. പറ ഡോക്ടർ. സി ആന്റണി, ഓരോ വട്ടവും ശക്തിയായി ഇൻഹെയിൽ ചെയ്യുമ്പോൾ എക്സൈൽ ചെയ്യപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. പെട്ടിക്കകത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതനുസരിച്ച് ഫിലിപ്പ് അൺകോൺഷ്യസ് ആവാനോ കോമയിലാവാനോ സാധ്യതയുണ്ട്. ഞാനൊരു മെഡിക്കൽ ടീമിനെ സ്റ്റേഷനിലേക്ക് അയക്കാം. ഫിലിപ്പുള്ള സ്ഥലം മനസ്സിലായാൽ ദേ വിൽ അസിസ്റ്റ് യു. ഹലോ, ഹലോ ആന്റണി. ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഡോക്ടർ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. സാമിന്റെ മരണ വാർത്ത 1 മണിക്കൂർ ഹോൾഡ് ചെയ്യണം. അല്ലെങ്കിൽ ഒരുപക്ഷെ എനിക്കിവിടെ പിടിച്ചേക്കാൻ പറ്റില്ല. മനസ്സിലായി, ഞാൻ മാനേജ് ചെയ്തോളാം. ശരി ഡോക്ടർ. സർ, വിജയന. സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചാ? സർ, ഇതുവരെ വിളിച്ചിട്ടില്ല. ഒന്ന് അങ്ങോട്ട് വിളിക്കണോ? യെസ് സർ. വിജയ. സാർ, ഞാൻ അന്വേഷിച്ചിരുന്നു. ആ പെൺകുട്ടിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേസിന്റെ വിധി വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ മരണപ്പെട്ടു. പിന്നെ ഈ കേസിലെ പ്രതി അഹമ്മദ് മുസ്തഫ, അയാളൊരു യത്തീമായിരുന്നു. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം അയാൾ ആത്മഹത്യ ചെയ്യായിരുന്നു. 2021 അത്. ശരി, ഞാൻ വിളിക്കാം. സർ, വിജയൻ എന്താ പറഞ്ഞേ? ഹെഡോ, അതൊരു തെറ്റായ ഇൻഡ്യൂഷനായിരുന്നു. വെറുതെ എൻ്റെ പറയണ സമയങ്ങളാണ്. ഹലോ സാറേ, പിന്നൊരു കാര്യം. ഒരു സെക്കൻഡ്. സാറ് വിജയന് വേറെന്തോ പറയേണ്ടത്? സ്പീക്കറിലൂടെ പറഞ്ഞോ വിജയ. സാറേ, നേരത്തെ കട്ടായി പോയതാ. ഈ അഹമ്മദ് മുസ്തഫയെ പറ്റി അന്വേഷിക്കുന്നതിനിടയിലാണ് എനിക്കൊരു വിവരം കിട്ടിയത്. ആക്ച്വലി ആ കേസിലെ പ്രതി അയാളല്ലായിരുന്നെന്നും ആലുവിലെ പഴയ MLA ഉണ്ടല്ലോ, ഇന്ദിര, അവരുടെ മകൻ സൂരജാണ് ശരിക്കും ഈ ക്രൈം ചെയ്തതെന്നൊരു സംസാരം ഉണ്ടായിരുന്നു. വിജയ്, അതൊക്കെ എനിക്കറിയാം. ആ കേസ് അന്വേഷിച്ച് ഞാൻ വിളിക്കാം. അല്ല സാർ, ഞാൻ അത് പറയാനല്ലേ വിളിച്ചത്. ഞാൻ MLA പറ്റി പറയാനാണ് വിളിച്ചത്. എന്തു പറയാ സാറേ, MLA ഉണ്ടല്ലോ ഇന്ദിര, അവരിപ്പോൾ മിസ്സിങ്ങാ. അതെ സാറേ, സാധാരണ അവർ എല്ലാ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഗുരുവായൂർ പോകാറുണ്ടായിരുന്നു. എന്നും പതിവ് പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഇപ്പം അവരുടെ മകൾ വിളിച്ചിരുന്നു. അവർക്കെന്തോ മെസ്സേജ് വന്നെന്നും പറഞ്ഞു. അവരുടെ അമ്മയെ ആരോ കിഡ്നാപ്പ് ചെയ്തെന്നും വാഗമൺ ലിബർട്ടി ഹോട്ടൽ റൂം നമ്പർ 403 രക്ഷിക്കണമെന്നും പറഞ്ഞായിരുന്നു മെസ്സേജ്. പക്ഷേ സാർ, അവർക്ക് ഈ മെസ്സേജ് വന്ന നമ്പർ 9746290982. അത് സാറിൻ്റെ നമ്പറാണ്. എൻ്റെ നമ്പർ? അതെ സാർ. വിജയ് റിപ്പോർട്ട് ചെയ്യും, ഞാൻ വിളിക്കാം. സാർ, സർ, എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? ഇതുവരെ നടന്നതെല്ലാം കണക്റ്റഡ് ആണ് ജോണി. എൻ്റെ ഇൻഡ്യൂഷൻ തെറ്റിയിട്ടില്ല.